നമസ്കാരം. ശ്രീമദ് ഭാഗവതം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തെ ആധാരമാക്കിയുള്ള ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച് സാമാന്യ ജനങ്ങൾക്ക് പരിമിതമായെങ്കിലുമുള്ള അറിവ് പകരുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അതിനായി നിന്ന് നമ്മോടൊപ്പം ചേരുന്നത് പ്രമുഖ ഭാഗവതാചാര്യനായ ഭാഗവത മുരളീരവം ബ്രഹ്മശ്രീ നാരായണ ഭട്ട് അവർകളാണ്. അദ്ദേഹത്തെ നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. വളരെയധികം ക്ഷേത്രങ്ങളിലും പല വേദികളിലുമായി ഭാഗവത സപ്താഹയജ്ഞങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. വാസ്തവത്തിൽ എന്താണ് ഭാഗവതം, എന്തിനാണ് ഭാഗവതം, എങ്ങനെയാണ് ഭാഗവതം? ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് അതിന് ഇത്രയധികം പ്രാധാന്യവും അല്ലെങ്കിൽ സപ്താഹം പോലെ നടക്കുവാനുള്ളൊക്കെ കാരണം അത് വേദവ്യാസരാൽ എഴുതപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ പോരാ. വേദവ്യാസര് അനേകം 17 പുരാണങ്ങൾ ഒക്കെ രചിച്ചു, അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ 17 പുരാണങ്ങൾ രചിച്ചിട്ടും പോരാ, വേദങ്ങൾ അതിനു മുമ്പേ തന്നെ അങ്ങനെ വേദങ്ങളെ തന്നെ വ്യസിച്ചു എന്ന് പറയാം. എന്ന് വെച്ചാൽ 4 വിഭാഗിച്ചു. അതുകൂടാതെ ഈ വേദങ്ങളുടെ അർത്ഥം മനസ്സിലാകാതെ ഇരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ രചിച്ചത്. എന്നാൽ പോലും 17 പുരാണങ്ങൾ രചിച്ചിട്ട് പോലും ഈ വേദവ്യാസർക്ക് വേണ്ടത്ര സംതൃപ്തി ലഭിച്ചില്ല എന്നാണ്. താൻ സൃഷ്ടിച്ച ആ പുരാണങ്ങളിൽ അതുവഴിക്ക് സാമാന്യം ജനങ്ങൾ അത് പാരായണം ചെയ്തുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ബുദ്ധി നേരെയാവുന്നില്ല എന്ന് തോന്നി. ഇവരൊന്നും നേരെയാവുന്നില്ല എന്ന് വെച്ചാൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ വിഷമിച്ചിരുന്ന ആ വേദവ്യാസരുടെ മുൻപിൽ നാരദ മഹർഷി വന്ന് ഉപദേശിച്ചതാണ് ശ്രീമദ് ഭാഗവതം. അത് വേണ്ട രീതിയിൽ അങ്ങ് രചന നടത്തൂ. കാര്യം വേറെയൊന്നുമല്ല, ധാരാളം കാര്യങ്ങളൊക്കെ എഴുതിക്കൂട്ടി മഹാഭാരതം രചിച്ചു. അതിൻ്റെ ഇടയിൽ മഹാഭാരതം എന്ന് പറയുന്ന വലിയൊരു ഗ്രന്ഥം അറിയാമല്ലോ. അതിൽ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ധർമ്മങ്ങളെ പറ്റിയൊക്കെ നല്ല രീതിയിൽ വിവരിച്ചിരിക്കുന്ന ആ ഭാരതം പോലും ജനങ്ങളുടെ നന്മയ്ക്ക് ഉതകുന്നില്ല എന്ന് വന്നപ്പോൾ നാരദർ പറഞ്ഞു, അങ്ങനെയല്ല, ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു രചന നടത്തിയതുകൊണ്ട് കാര്യമില്ല. ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ജനനം മുതൽക്കുള്ള ലീലകൾ അടങ്ങിയിരിക്കുന്ന ഒരു പുതിയതായിട്ടുള്ളൊരു ഗ്രന്ഥം രചിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് ശ്രീമദ് ഭാഗവതം രചിക്കുവാനുള്ള കാരണം ഉണ്ടായത്. ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ അവസാനം പറയുന്നു സർവവേദാന്ത സാരം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ 4 വേദങ്ങളുടെയൊക്കെ, എല്ലാ വേദങ്ങളുടെയും സാരമാണ് ശ്രീമദ് ഭാഗവതം. നിഗമകൽപ്പതരോർ ഗളിതം ഫലം എന്നും പറഞ്ഞു. എന്ന് വെച്ചാൽ കരിമ്പ് മുഴുവനും അതിലൊക്കെ ശർക്കരയുണ്ട് എങ്കിൽ പോലും അത് കരിമ്പ് മുറിച്ച് കടിച്ച് ഒക്കെ വേണം അതിൻ്റെ രസം എടുക്കുവാനായിട്ട്. കരിമ്പിൽ നിറയെ മധുരമുണ്ട്, പക്ഷെ അതിൽ കഷ്ടപ്പെടണം. എന്നാൽ ഈ കരിമ്പെടുത്ത് മുറിച്ച് അത് പിഴിഞ്ഞ് രസമാക്കിയതാണ് ശ്രീമദ് ഭാഗവതം. എന്ന് പറഞ്ഞാൽ പോരാ, മാമ്പഴുണ്ടാകുന്നത് മാവിലാണ്. എപ്രകാരമാണോ മാവ് അതുപോലെയാണ് ഈ വേദങ്ങൾ എന്ന് പറയാം. പക്ഷേ അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുമല്ലോ, അവസാനത്തെ ഫലമാണ് മാമ്പഴം എന്നുള്ളത്. അതിനു മുമ്പേ അതിന് ഇലകളുണ്ട്, ശിഖരങ്ങളുണ്ട്, വേരുകളുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊന്നും നമുക്ക് മാമ്പഴത്തിൻ്റെ രുചി കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഫലമുണ്ടാകുന്നത് ഈ മാവിലാണ് എന്ന് പറയുന്നത് പോലെ എന്തും തരുന്ന നിഗമകൽപ്പതരോർ ഗളിതം ഫലം, എന്തു ചോദിച്ചാലും തരുന്ന ഒരു വൃക്ഷമാണ് ഈ കൽപ്പതരു അല്ലെങ്കിൽ പാരിജാത വൃക്ഷം എന്നൊക്കെ പറയുന്നത്. അവിടെ ചെന്നിട്ട് എന്തു ചോദിച്ചാലും തരും. പക്ഷെ അത് കുഴപ്പങ്ങളാകും. അതുപോലെയാണ് വേദം. വേദത്തിൽ എന്തും
നമുക്ക് കൈകാര്യം ചെയ്യാം. നല്ലതുണ്ട്, നശിപ്പിക്കുവാനുള്ള വഴികളും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേദം കൈകാര്യം ചെയ്യേണ്ടുന്നവർ വേണം കൈകാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കത് കുഴപ്പമായിട്ട് തന്നെ തീരും. അങ്ങനെ വന്നപ്പോഴാണ് നിഗമകൽപ്പതരോർ ഗളിതം ഫലം, നിഗമങ്ങളാകുന്ന വേദങ്ങളാകുന്ന മാവ്, ആ മാവിൽ ഉണ്ടായ ഒരു ഫലം ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ പോരാ, ആ പഴുത്ത് തുടുത്ത് നിൽക്കുന്ന മാമ്പഴം അല്ലെങ്കിൽ ഫലം. മാമ്പഴത്തിന് അതിന് കുരുവുണ്ട്, തൊലിയുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ഒന്ന് തൊട്ടാൽ പൊട്ടി അതിൽ നിന്ന് ഒഴുകി വരുന്ന രസം, അതാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാലും പോരാ. അത് ശുഗബ്രഹ്മം എന്ന് പറയുന്ന ഒരു തത്ത അതൊന്ന് കടിച്ചു നോക്കിയിട്ട് അതിന് മധുരമുണ്ടോ പുളിയുണ്ടോ. വാസ്തവത്തിൽ നമ്മൾ മനുഷ്യരെക്കാളും കൂടുതൽ ആ ഒരു ശക്തി ഈ ജീവജാലങ്ങൾക്കുണ്ട്, പക്ഷികൾക്കും. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഇപ്പം കൂടുതൽ വിഷമൊക്കെ അടിച്ചിരിക്കുന്ന ഫലങ്ങളിൽ പോയൊന്നും കാക്കൊന്നും കൊത്തില്ല. ആ ഒരു വിവേചന ബുദ്ധി മനുഷ്യരെക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള ജീവജാലങ്ങൾക്കുണ്ട്. ഈച്ച വന്ന് ഇരുന്നു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ മാധുര്യം അല്ലെങ്കിൽ പഴുപ്പ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ശുഗബ്രഹ്മർഷി എന്ന് പറയുന്ന ഒരു തത്ത വന്നു കൊത്തി അതിൽ നിന്ന് ഒഴുകിയ രസമാണ് ശ്രീമദ് ഭാഗവതം. ആ രസമായത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിരന്തരം ഒരു സപ്താഹം കഴിഞ്ഞാൽ അടുത്ത സപ്താഹം, മിക്കവാറും ഒരു ഞായറാഴ്ച തുടങ്ങും, ഞായറാഴ്ച ഉച്ചക്ക് കഴിയും, അന്ന് തന്നെ അടുത്ത സപ്താഹം വേറെ ഇടങ്ങളിൽ തുടങ്ങും. ആ രസം ഇങ്ങനെ മുഹുരഹോ രസിക ഭുവി ഭാവുക. നമുക്ക് തോന്നാം ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ആ സപ്താഹം എന്ന് പറയുന്നത് വലിയ ബഹളത്തോടു കൂടി അല്ലെങ്കിൽ ആളുകൾ ഓടിക്കൂടുന്നുണ്ട്, ഒരു ബാലെ പോലെയൊക്കെ ആയി എന്നൊക്കെ പറയാം. എങ്കിൽ പോലും അതിൻ്റെ രസം അനുഭവിച്ച് വരുമ്പോഴാണ് അതിങ്ങനെ ഇത്രയധികം പ്രസിദ്ധമാകുവാനുള്ള കാരണം. ഭാഗവതം എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു സംക്ഷിപ്തമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അത് വേദങ്ങളുടെ 4 വേദങ്ങളുടെയും സാരാംശങ്ങൾ ക്രോഡീകരിച്ച് നടത്തിയിട്ടുള്ള ഒരു രചനയാണ്. അത് നാരദ മഹർഷിയുടെ നിർദ്ദേശാനുസരണം നടത്തിയ, വേദവ്യാസൻ നടത്തിയ ഒരു രചനയാണ്. ഭാഗവത സപ്താഹങ്ങളിൽ ഞാനടക്കമുള്ള ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. വാസ്തവത്തിൽ അതിലെന്താണ് നമുക്ക് നേടാനുള്ളത്? ഭാഗവത സപ്താഹം എന്ന് പറയുമ്പോൾ 7 ദിവസം കൊണ്ട് നടത്തുന്നതാണല്ലോ. അപ്പോൾ 7 ദിവസം കൊണ്ട് സപ്താഹം നടത്തുവാനായിട്ട് ആവശ്യപ്പെട്ടത് സനത്കുമാരാദി ഋഷീശ്വരന്മാരാണ്. 7 ദിവസം കൊണ്ട് നടത്തൂ എന്ന് പറഞ്ഞു. ആരോടാ പറഞ്ഞതെന്ന് വെച്ചാൽ നാരദരോടാ പറഞ്ഞത്. നേരത്തെ പറഞ്ഞു നാരദരാണ് വേദവ്യാസർക്ക് ഉപദേശിച്ചത് എന്ന് പറഞ്ഞു. ഇപ്പതാ ഈ നാരദർക്ക് സനകാദി ഋഷീശ്വരന്മാർ അറിയാലോ, 4 പേര് കൊച്ചുകുട്ടികളാണ്. ഇപ്പോഴും 5 വയസ്സ് പ്രായമേ അവർക്കുണ്ടാവുള്ളൂ. നാരദൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ, നേരത്തെ വേദവ്യാസർക്ക് വിഷമം, ഇപ്പോൾ നാരദർക്ക് വിഷമം. നാരദർക്ക് വിഷമം ഉണ്ടാകാൻ കാരണം ഭക്തി എന്ന് പറയുന്ന ഒരു യുവതി എന്ന് വെച്ചാൽ നമ്മുടെ ഭക്തി, നമ്മളിപ്പോൾ പറയുന്ന ഭക്തി. ആ ഭക്തിക്ക് 2 മക്കളുണ്ടത്രേ, ജ്ഞാനവും വൈരാഗ്യവും. അവര് 70-80 വയസ്സോളം പ്രായം അവർക്കുണ്ട്. അമ്മ ഇപ്പോഴും 20 വയസ്സ് പ്രായം. അതിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവിടേക്ക് നാരദൻ എത്തുകയും നാരദൻ ഈ ഭക്തിയെ ഒന്ന് പോഷിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അവരുടെ മക്കളെയും ചെറുപ്പക്കാരാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. എന്നിട്ട് അതിൽ പരാജിതനായി. എങ്ങനെയാണ് ശ്രമിച്ചതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ വേദം കുറേയൊക്കെ ചൊല്ലി നോക്കി, ഭാരതം കുറേ ശ്ലോകങ്ങൾ പാടി നോക്കി, അതിൽ തന്നെ ഭഗവത്ഗീത പ്രത്യേകമായി എടുത്തുകൊണ്ട് പാരായണം ചെയ്തു നോക്കി. പിന്നെ അങ്ങനെ ഭഗവത്ഗീത കേട്ടതോടുകൂടി ഈ ഉറങ്ങിക്കിടന്നിരുന്ന ജ്ഞാനവൈരാഗ്യങ്ങൾ എന്ന് പറയുന്ന ഭക്തിയുടെ മക്കള് ഒന്ന് ഉണർന്നെഴുന്നേറ്റു, അത്രയേ ഉള്ളൂ. പക്ഷെ അവര് ചെറുപ്പമാകുവാനൊന്നും സാധിച്ചില്ല. അപ്പം അതിൻ്റെ പ്രതിവിധി എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയാണ് ഈ നാരദര് സഞ്ചരിച്ച ഒടുവിൽ ബദരികാശ്രമത്തിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് സനകാദി ഋഷീശ്വരന്മാരെ കണ്ടു.
അപ്പോൾ സനകാദി ഋഷീശ്വരന്മാരാണ്, സനത്കുമാരനാണ് ഉപദേശിച്ചത്. അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ നാരദർക്ക് നേരത്തെ ഉപദേശം കിട്ടിയത് ബ്രഹ്മാവിൽ നിന്നാണ്. ബ്രഹ്മാവിൽ നിന്ന് നേരിട്ട് ഉപദേശം സ്വീകരിച്ച ആളാണ്, ഭാഗവതം ഉപദേശം സ്വീകരിച്ച ആളാണ്. പക്ഷേ മറന്നുപോയി. അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു കാര്യം ചെയ്യൂ, ശ്രീമദ് ഭാഗവതം 7 ദിവസം കൊണ്ട് അങ്ങ് സപ്താഹമായിട്ട് കേട്ടുകൊള്ളൂ. ഞങ്ങൾ പറഞ്ഞു തരാം. ഞങ്ങൾ ആചാര്യന്മാരായിരുന്നു കൊണ്ട് അങ്ങ് ശ്രോതാവായിരുന്നു കൊണ്ട് നടത്തൂ എന്ന് പറഞ്ഞു. പറഞ്ഞ പ്രകാരം നാരദൻ ശ്രോതാവായിട്ടിരുന്ന ആദ്യത്തെ ദിവസം തന്നെ ഈ ഭക്തി എന്ന് പറയുന്ന യുവതി 2 കൊച്ചുകുട്ടികളെയും കൊണ്ട് ആ വേദിയിൽ കടന്നു വന്നു എന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? എന്താണ് നേടേണ്ടതെന്നാണല്ലോ ചോദ്യം. അപ്പോൾ ഭക്തിയാണ് പ്രധാനം. ജ്ഞാനവും വൈരാഗ്യവും ആ കൂട്ടത്തിൽ വേണം താനും. ഭക്തി മാത്രമായാൽ പോരാ എന്നർത്ഥം. ഭക്തി അതിന് കുറവൊന്നുമില്ല. ഇപ്പോഴത്തെ നാട്ടിലും നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്തിലും ഭക്തിക്ക് യാതൊരു കുറവുമില്ല. കാണാമല്ലോ നമുക്ക് ഓരോ ക്ഷേത്രങ്ങളിൽ ഓരോ വഴിപാടുകൾ, പൊങ്കാലിടലും പൂമൂടൽ, അങ്ങനെയുള്ള കുറേ അതിലൂടെ ഭക്തി അതിൽ കുറവൊന്നുമില്ല. പക്ഷെ അതോടൊപ്പം ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് സ്ഥാനമില്ലാണ്ടായി പോകുന്നുണ്ട്. അപ്പം ഈ ജ്ഞാനവൈരാഗ്യത്തോടു കൂടിയുള്ള ഭക്തി ആയിക്കഴിഞ്ഞാൽ അത് രക്ഷപ്പെട്ടു. അതാണ് വേണ്ടത്. പിന്നെ അത് എന്താ ജ്ഞാനം എന്ന് വെച്ചാൽ എന്താ? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും നശിക്കുന്നതാണ് എന്നും ഇതെല്ലാം നശിച്ചാലും ഞാൻ നശിക്കില്ല എന്നും, ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ആ പരബ്രഹ്മ സ്വരൂപം തന്നെയാണ് എന്നും, പരബ്രഹ്മ സ്വരൂപിയായ ഭഗവാനിൽ കവിഞ്ഞ് യാതൊന്നും തന്നെ ഇല്ല എന്നുള്ള ആ ഒരു അറിവാണ് ജ്ഞാനം എന്ന് പറയുന്നത്. തൽക്കാലം അങ്ങനെ പറയാം. വൈരാഗ്യം എന്താ? ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള ഓരോ നശിച്ചു പോകുന്ന ഓരോ വിഷയങ്ങളിലും ഉള്ള ആസക്തി വെക്കാതിരിക്കൽ, ഉപേക്ഷിക്കൽ. എന്തെങ്കിലും ഉപേക്ഷിച്ചാലേ നമുക്ക് അടുത്തത് ലഭിക്കുകയുള്ളൂ, അല്ലേ? ഇപ്പം ക്ഷേത്രത്തിൽ പോയി തൊഴണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് TV കൊണ്ടുകൊണ്ടിരുന്നാൽ ശരിയാകും. അപ്പം അതിനെ ത്യജിക്കുക, അതാണ് വൈരാഗ്യം. വൈരാഗ്യം എന്ന് വെച്ചാൽ അപ്പം ഒരു ഞായറാഴ്ച തന്നെ വെക്കുക, ഭാഗവതം തുടങ്ങുന്നു എന്ന് വെക്കുക. അന്ന് വൈകിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും, അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേറെ പ്രാധാന്യം നമുക്ക് ഭാഗവതത്തിനുണ്ട്, അത് കേട്ടാൽ നമുക്ക് നല്ലതേ വരുള്ളൂ എന്നുള്ളൊരു തോന്നൽ വന്നാൽ അതിനെയാണ് വൈരാഗ്യം എന്ന് പറയുക. നേടേണ്ടത് കൈവല്യേക പ്രയോജനം. ഭാഗവതത്തിൻ്റെ അവസാനം പറയുന്നുണ്ട് കൈവല്യേക പ്രയോജനം. ഒരേ ഒരു പ്രയോജനമേ ഉള്ളൂ, ഒന്നായി തീരുക എന്ന് വെച്ചാൽ ഞാനും രാജൻ ചേട്ടനും ഇനി ഇതിലേ പോകുന്ന ജീവജാലങ്ങൾ ഒക്കെ ഞാനായിട്ട് കാണുക എന്ന് വെച്ചാൽ അവനുണ്ടാകുന്ന വിശപ്പ് എപ്രകാരം എനിക്കുണ്ടാകുന്ന വിശപ്പ് പോലെ അവനും ഉണ്ട്, അവനും കുറച്ച് ആഹാരം കൊടുക്കുക, ആ ദയ വരിക. ഇതൊക്കെയാണ് ഇതിൽ നിന്ന് നേടേണ്ടതായിട്ടുള്ള വസ്തു. ഭാഗവത ശ്രവണത്തിൻ്റെ പ്രധാന ഉദ്ദേശം മോക്ഷപ്രാപ്തിയാണ്. അത് നേടേണ്ടത് ഭക്തി, വൈരാഗ്യം, ജ്ഞാനം എന്ന ഈ 3 ഘടകങ്ങളിലൂടെയാണ് എന്ന് പറഞ്ഞല്ലോ. സാമാന്യ ജനങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കാര്യപ്രാപ്തിക്ക് വേണ്ടി ഭാഗവത യജ്ഞത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് പല വഴിപാടുകൾ നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം എന്നുള്ള പേരിലാണല്ലോ നടക്കുന്നത്. അതെ. അപ്പോൾ അതിൽ തെറ്റില്ല. എന്ന് വെച്ചാൽ ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓരോരോ ഭാഗങ്ങൾ കഥാരൂപത്തിൽ പറഞ്ഞു തരുന്ന ഒരു പ്രക്രിയയാണ് ശ്രീമദ് ഭാഗവതം. എന്ന് വെച്ചാൽ കഥകൾ പറഞ്ഞ് പരീക്ഷത്തിന് ശുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നതാണ്. കഥകൾ പറഞ്ഞ് അതിലൂടെ ജ്ഞാനം ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ ഈ കഥകൾ പറഞ്ഞു വരുമ്പോഴും അതിൻ്റേതായ അവതാരങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് വരാഹാവതാരം വരുമ്പോൾ, വരാഹാവതാരമൊക്കെ കഴിഞ്ഞ് സാമാന്യ ആളുകൾ വഴിപാട് കഴിക്കുക എന്താ? ഭൂമി സംബന്ധമായ കാര്യങ്ങൾ. അത് ശരിയാണ് താനും, സത്യമാണ് താനും. പിന്നെ അതുകൂടാതെ ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ഭാഗങ്ങൾ പാരായണം ചെയ്താൽ അല്ലെങ്കിൽ കേട്ടുകഴിഞ്ഞാൽ ബന്ധനമില്ലാതെയാകും. ഇപ്പോൾ ധ്രുവൻ്റെ കഥകൾ കേട്ടുകഴിഞ്ഞാൽ ധ്രുവനെ പോലെയാകും എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ധ്രുവ പദവിയിലെത്തും എന്നൊക്കെ ഫലശ്രുതി എന്ന് പറയും അതിന്. ആ ഫലശ്രുതി ഉള്ളിടത്തോളം കാലം എന്ന് വെച്ചാൽ ഇപ്പോൾ കുചേലൻ്റെ കഥകൾ വായിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യമില്ലാതെയാകും, അതിൽ സംശയമില്ല. ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് സാമാന്യം ജനങ്ങൾ അവിൽക്കിഴി സമർപ്പിക്കുവാനും അല്ലെങ്കിൽ രുക്മിണി സ്വയംവരത്തിൻ്റെ സമയത്ത് അണിഞ്ഞൊരുങ്ങിയൊക്കെ വരുന്നതും
സ്വന്തം മക്കളുടെ വിവാഹം നടക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ അവരൊക്കെ നമ്മളൊക്കെ ആർത്തന്മാരാണ്. കുറേ ദുഃഖങ്ങൾ നമുക്കുണ്ട്. അത് ഏതുപോലെ എന്ന് വെച്ചാൽ ഈ നമ്മൾ സാധാരണ നമ്മൾ കൊപ്രയാട്ടൻ എന്തിനാണ്? വെളിച്ചെണ്ണ വേണ്ടിയാണ്. വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കൊപ്രയാട്ടണത്. അതിൻ്റെ കൂട്ടത്തില് ഇത് പിണ്ണാക്ക് വരുന്നത് പോലെ ഈ പിണ്ണാക്കിന് വേണ്ടിയാണ് സാമാന്യ ജനങ്ങൾ ഇപ്പോഴും ഓടി നടക്കുന്നത്. മനസ്സിലായല്ലോ? വെളിച്ചെണ്ണയാണ്. പക്ഷെ വെളിച്ചെണ്ണയ്ക്ക് അല്ല, പിണ്ണാക്കിന് വേണ്ടി നമ്മൾ കൊപ്ര ആട്ടാൻ പോകാറില്ല. പക്ഷെ ഈ വെളിച്ചെണ്ണയെ വിട്ടിട്ട് ഈ പിണ്ണാക്കിനെ ആശ്രയിക്കുന്നത് പോലെ എന്ന് പറയുന്നത് പോലെ ഈ ഭാഗവതം ശ്രവണം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നതിലൂടെ ധാരാളം ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഇപ്പോഴത്തെ ലൗകിക വിഷയങ്ങളിൽ ഉണ്ടാകുന്ന കുറവുകളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ ഒക്കെ തീർക്കുവാനുള്ള ശക്തി എന്തിനുണ്ട്? ശ്രീമദ് ഭാഗവതത്തിനുണ്ട്. പക്ഷേ അതിൽ നമ്മൾ തങ്ങിക്കിടക്കരുത്. പിന്നെന്തിനാ ഇതൊക്കെ വെച്ചേക്കണേന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് ഇപ്പോൾ ഇന്ന ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നു, ഇപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും സ്വയംവരമാണ്, അതിന് പങ്കെടുക്കാം എന്ന് കരുതി പോകുന്നവർ അങ്ങനെയെങ്കിലും അവിടേക്ക് വന്നു കൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചില ബോണസുകൾ ഭാഗവത്തിൽ വെച്ചിരിക്കുന്നത്. ശ്രീമദ് ഭാഗവത്തിൽ തന്നെ പറയുന്നുണ്ട്, ഭക്തരെ അവിടേക്ക് എത്തിക്കുക, അവിടെ എങ്ങനെയെങ്കിലും വരുത്തുക. അപ്പം നമ്മുടെ ഉത്സവമായാലും അതുപോലെയാണ്. ഞാൻ പറയാം, ഇപ്പം ശ്രീമദ് ഭാഗവത്തിൽ പറയണത് നാരദര് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തസ്മാൻ കേനാപി ഉപായേന മനകൃഷ്ണയെ നിവേശയത് എന്ന് വെച്ചാൽ ഈ പാണ്ഡവരുടെ ആ സഭയിൽ വെച്ചിട്ട് രാജസൂയാഗം നടക്കാൻ നേരത്ത് ശിശുപാലൻ എന്ന് പറയുന്ന ഒരു രാജാവ് എന്ന് വെച്ചാൽ കൃഷ്ണനെ എതിർക്കുന്ന ഒരാളാണ്. ജന്മനാ കൃഷ്ണനെതിരായിട്ട് നിന്നയാൾ. അയാൾ കുറേ വഴക്കൊക്കെ പറയും കൃഷ്ണനെ പൂജിച്ചു അത് കണ്ടിട്ട്. പക്ഷെ കൃഷ്ണന്റെ സുദർശന ചക്രം കൊണ്ട് അവനെ കൊന്നു. പക്ഷെ അവന് മോക്ഷം ലഭിച്ചു. അപ്പോൾ പറയുന്ന ഇത് കണ്ടിട്ട് നാരദര് യുധിഷ്ഠിരനോട് പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ തോളത്ത് കൈയിട്ടേക്ക് നടന്നുവെങ്കിലും അയാൾക്ക് മോക്ഷം ലഭിച്ചെന്ന് വെച്ചാൽ മനസ്സ് ഏതെങ്കിലും രീതിയിൽ ഭഗവാനുമായിട്ട് അടുപ്പം വന്നാൽ മതി. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ദാരിദ്ര്യമാണ്, ഒരു അവൽക്കിഴി സമർപ്പിച്ചു കഴിഞ്ഞാൽ കുചേലൻ്റെ ആ ഭാഗത്ത് എൻ്റെ ദാരിദ്ര്യം തീരും എന്നുള്ളൊരു രൂഢമായ വിശ്വാസം എന്നിലുള്ളത്, അത് ഞാൻ സമർപ്പിക്കുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും വേണ്ടില്ല ക്ഷേത്രത്തിൽ എത്തപ്പെടുന്നുണ്ട്. അതുപോലെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഉത്സവവും അതുപോലെയൊക്കെ തന്നെയാണ്. ക്ഷേത്രങ്ങളിൽ ധാരാളം ഇപ്പം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടേക്ക് കലശാടുന്നുണ്ട്, ഹോമങ്ങളുണ്ട് സാന്നിധ്യത്തിന് വേണ്ടിയിട്ട്. അതൊന്നും നമുക്ക് സാധാരണ ജനങ്ങൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പം അതിനനുസരിച്ച് പുറത്തു വരുമ്പോൾ എന്താ, അലങ്കാരങ്ങളായി, പല്ലക്ക് പൂജ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൂജകളൊക്കെയായി, വെടിക്കെട്ടായി, ആനയെ കാണാൻ മാത്രം പോകുന്നവരുണ്ടാവുമല്ലോ. പക്ഷേ വെറുതെ ഒരു ആന അങ്ങനെയല്ലല്ലോ. അപ്പോൾ ക്ഷേത്രത്തിൽ ആ ആനയെ കാണുവാനായിട്ട് പോയ ഞാൻ ചെയ്യുന്നത് എന്താ, ഒരിക്കലെങ്കിലും ആ ഭഗവാനെ തൊഴുവാനുള്ള ഒരു അവസരമാണ് വരുന്നത്. അത് അങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്താഹത്തിൽ വന്ന് പെട്ടിരിക്കുന്നത്. ഏതായാലും ഏതെങ്കിലും രീതിയിൽ ഭാഗവതത്തിൻ്റെ മുൻപിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഇരുന്ന് കേൾക്കുവാനും അതിൻ്റെ തത്വങ്ങൾ ഗ്രഹിക്കുവാനും ഒക്കെ കഴിയും. അതൊരു പ്രത്യേകത. ഭാഗവതത്തിന് വേറെ പുരാണങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകതയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അമ്പ് വില്ലിൽ നിന്ന് തൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതങ്ങനെ കൂടെ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരാം എന്നല്ലാതെ, എന്ന് വെച്ചാൽ സാധാരണക്കാരനായ ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഏതെങ്കിലും രീതിയിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞു നോക്കുക, നാരായണ കവചം അത് കേട്ട് കഴിഞ്ഞാൽ എല്ലാ ഭയങ്ങളും ഇല്ലാണ്ടായിത്തീരും, ശത്രുക്കളിൽ നിന്നൊക്കെ മോക്ഷം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കേൾക്കാൻ വേണ്ടി മാത്രം പോയി ഇരുന്നു എന്ന് വെക്കുക. പക്ഷെ കൂട്ടത്തിൽ ഇത് കേൾക്കും. അടുത്ത തവണ കുറച്ചും കൂടി കേൾക്കുവാനുള്ള താല്പര്യം ഈ സാധനം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ഒരു പ്രത്യേകത ശ്രീമദ് ഭാഗവതത്തിന് ഉണ്ട്. ഭാഗവത സപ്താഹത്തിൻ്റെ പല ഘട്ടങ്ങളിലായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ ഈ വേദികളിൽ വരുന്നുണ്ട്. അപ്പം വാസ്തവത്തിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഭാഗവതത്തിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കാൻ സാധിക്കും. അത് ചുരുക്കി പറയാം എന്ന് വെച്ചാൽ, ഭാഗവതം എന്ന് പറയുന്നത്
മഹാപുരാണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബാക്കിയുള്ള 17 പുരാണങ്ങളും പുരാണങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ശ്രീമദ് ഭാഗവത മഹാപുരാണം എന്നുള്ളൊരു പേരുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, പുരാണം എന്ന് വെച്ചാൽ തന്നെ പുരാ അപി നവം എന്നാണ് അർത്ഥം. പഴയതാണ് എങ്കിൽ പോലും ഇന്നും അതിൻ്റെ പ്രാമുഖ്യം ഇപ്പോഴും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഭാഗവതം ആവുമ്പോൾ പുരാണങ്ങൾക്ക് ലക്ഷണങ്ങളുണ്ട്. അത് 4 or 5 ലക്ഷണങ്ങളാണ് പറയാം. എന്നാൽ ഇളയ സന്തതിയാണല്ലോ, ഏറ്റവും ഇളയ സന്തതി രചിക്കപ്പെട്ടത്. അപ്പോൾ അതിന് 10 ലക്ഷണങ്ങളുണ്ടെന്ന് പറയുന്നു. 10 ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ഞാൻ പറയാം. ഇതിപ്പോൾ ചോദ്യം അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോകാം. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതയഃ എന്നിങ്ങനെ 5ആയല്ലോ. പിന്നെ മന്വന്തര ഈശാനുകഥനം, നിരോധോ മുക്തി ആശ്രയ. ഇങ്ങനെ 10 ലക്ഷണങ്ങൾ വേറെ ഒരു പുരാണത്തിനും ഇല്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ലക്ഷണം സർഗം എന്ന് വെച്ചാൽ എല്ലാ പുരാണങ്ങളിലും ഉള്ളതാണ്. സർഗം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു, ഭഗവാന്റെ നാഭികമലത്തിൽ നിന്ന് മുഖവുര എന്ന് വെച്ചാൽ എല്ലാ പുരാണങ്ങളിലും അത് വേണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭഗവാന്റെ വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി എന്നും അങ്ങനെ ഒരു സർഗം എന്നാണ് പറയാം, സൃഷ്ടി. പിന്നെ അടുത്തത് എന്ന് വെച്ചാൽ തൃതീയ സ്കന്ധം മുതലാണ് ഇത് ആരംഭിക്കുക. തൃതീയ സ്കന്ധത്തിൽ 1, 2 കഴിഞ്ഞ് തൃതീയ സ്കന്ധത്തിൽ ഈ സർഗത്തെ പറ്റി വിവരിച്ചിരിക്കുന്നു. പിന്നെ 4ാമത്തെ സ്കന്ധത്തിൽ വിസർഗം എന്നുള്ള 2ാമത്തെ ലക്ഷണം. വിസർഗം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ് നേരിട്ട് സൃഷ്ടിച്ച സൃഷ്ടികൾ പിന്നീട് സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ. ഋഷീശ്വരന്മാരെ സൃഷ്ടിച്ചു, അവർ കുറേ, പിന്നെ അവർ ചിലരൊക്കെ ദാമ്പത്യം, അതിലൂടെ സൃഷ്ടി ഉണ്ടായി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് വിസർഗം. പിന്നെ അതുകൂടാതെ സർഗം, വിസർഗം, സ്ഥാനം. ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, എന്നാൽ പോലും ചിലയിടങ്ങളിൽ പ്രകാശിച്ചു കൊണ്ട് നിൽക്കുന്നു. അതാണ് സ്ഥാനം എന്ന് പറയുക. പോഷണം എന്ന് വെച്ചാൽ 6ാമത്തെ സ്കന്ധത്തിലാണ്. പോഷണം എന്ന് വെച്ചാൽ അനുഗ്രഹം എന്നാണ്. പോഷണം എന്ന് വെച്ചാൽ പുഷ്ടിയാവുക എന്ന് വെച്ചാൽ അത് അനുഗ്രഹം. അത് അസുരനായാലും വേണ്ടില്ല. വൃത്രാസുരൻ്റെ കഥ പറയുന്നുണ്ട്. ഇനി വേണ്ടില്ല, എത്ര വലിയ പാപിയായ ബ്രാഹ്മണനാണെങ്കിൽ പോലും പാപിയായിട്ട് മാറിയ അജാമിളൻ്റെ കഥ പറയുന്നുണ്ട്. അപ്പോൾ അസുരനായാലും വേണ്ടില്ല, പാപിയായ ബ്രാഹ്മണനായാലും വേണ്ടില്ല, ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അനുഗ്രഹിക്കും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് പോഷണം. പിന്നെ ഊതയഃ എന്ന് വെച്ചാൽ വാസനകൾ എന്നാ പറയാം. വാസന എന്ന് വെച്ചാൽ എന്താ? കഴിഞ്ഞ ജന്മത്തിലെ നമുക്കുണ്ടായിരുന്ന കഴിവുകൾ ഈ ജന്മത്തിലും വരും. അതിനെയാണ് വാസന എന്ന് പറയുന്നത്. ഈ പ്രഹ്ലാദരുടെ കഥ പറയും. പ്രഹ്ലാദർ എപ്രകാരമായിരുന്നു എന്ന് വെച്ചാൽ നല്ല വാസനകളുള്ള നല്ല ഭക്തനായിട്ടുള്ള ഒരു കുട്ടി. എന്നാൽ അതേ തിരിച്ച് ഹിരണ്യകശിപു ആണെങ്കിലോ നേരെ തിരിച്ച് ദുഷ്ടനായിട്ടുള്ള വാസനകളോടുകൂടി. അപ്പം നല്ല വാസനകളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഊതയഃ. പിന്നെ അടുത്തത് മന്വന്തരങ്ങളെ പറ്റി പറയുന്നുണ്ട് 8ാം അതിലാണ് മഹാബലിയുടെ കഥ, വാമനമൂർത്തിയുടെ കഥയൊക്കെ വരുന്നത്. പിന്നെ ഈശാനുകഥ, അതിലാണ് രാമായണം വരിക. ചുരുക്കി പറയാം, 10ാമത്തെ സ്കന്ധത്തിൽ 10ാം സ്കന്ധത്തിൽ നിരോധം എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ്റെ കഥകൾ. നിരോധം എന്ന് വെച്ചാൽ എല്ലാത്തിനും അങ്ങോട്ട് നിരോധിക്കുക, സ്റ്റോപ്പ് ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ എല്ലാ ലൈറ്റുകളും ഓഫാക്കുമല്ലോ ദീപാരാധന സമയത്ത്. എന്ന് വെച്ചാൽ പുറമേയുള്ള ചിന്തകളൊക്കെ നമ്മൾ നിർത്തിയിട്ട് ഒന്നിൽ കേന്ദ്രീകരിക്കുക. ആ ഒന്നിൽ കേന്ദ്രീകരിക്കണമെങ്കിൽ ആ കുട്ടി അത്രയധികം ലാളനയോടുകൂടി നമുക്ക് അത്രയധികം കുസൃതികൾ കാണിച്ച ഒരു കുഞ്ഞ് കുട്ടി ശ്രീകൃഷ്ണൻ. ആ ഭഗവാന്റെ ലീലകൾ, ശ്രീകൃഷ്ണൻ്റെ ലീലകൾ കേൾക്കും തോറും നമ്മുടെ ആ സങ്കടങ്ങളും അല്ലെങ്കിൽ ആവലാദികളും അല്ലെങ്കിൽ ചിന്തകളൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അതാണ് നിരോധം. മുക്തി, ഇതേ ഈ കുഞ്ഞ് തന്നെ വലുതായിട്ട് മഹാഭാരത യുദ്ധത്തിൽ ഭഗവത്ഗീത പറയുന്നുണ്ട്. അതിനുശേഷം ഉദ്ധവർക്ക് മന്ത്രിയായ അല്ലെങ്കിൽ സുഹൃത്തായ ഉദ്ധവർക്ക് ധാരാളം ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്.
അത് നമുക്കുള്ളതാണ്. ആ ഉപദേശങ്ങളിലൂടെ മുക്തിയെ പ്രാപിക്കുക എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, ക്രമേണയാത് ശരിക്കും നോക്കൂ, ചുറ്റിലുള്ള വിളക്കുകളൊക്കെ ഓഫാക്കിയിട്ട് ഒരു കേന്ദ്രബിന്ദുവിൽ നമ്മൾ കേന്ദ്രീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കൃഷ്ണനിൽ തന്നെ നമ്മുടെ മനസ്സ് ഒക്കെ കേന്ദ്രീകരിച്ച് കഴിയുമ്പോൾ ആ അതേ കൃഷ്ണൻ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പുറമേയുള്ള ചിന്തകളൊക്കെ ഇല്ലാണ്ടായി മുക്തി നമുക്ക് ലഭിക്കും എന്ന് പറയുന്നു. അപ്പോൾ മുക്തി എന്ന് പറഞ്ഞല്ലോ 11ാമത്തെ സ്കന്ധം, ഏകാദശ സ്കന്ധം വളരെയധികം പ്രാധാന്യത്തോടു കൂടിയുള്ളതാണ്. അപ്പോൾ ഉദ്ധവർക്ക് ഭഗവാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട്, ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പായിട്ട്, അതൊക്കെ പ്രാധാന്യമാണെന്ന് വെച്ചാൽ ഭഗവാൻ പോലും ഇവിടെ ജനിച്ചു അവതരിച്ചുവെങ്കിൽ അവസാനമുണ്ട്, ഇവിടുന്ന് പോകേണ്ടതായിട്ടുണ്ട് എന്നുകൂടി കാണിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ആ ഉപദേശങ്ങളിലൂടെ നമ്മൾ വേണേൽ നേരെയാകാം. പിന്നെ അവസാനം 12ാമത്തെ സ്കന്ധം ആശ്രയം എന്ന് പറയും. ഇതൊക്കെ ഉണ്ടെങ്കിലും കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കിയെങ്കിലും ഒടുവിൽ എന്തേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ഒന്നും ചെയ്യാൻ പറ്റില്ല വാസ്തവത്തിൽ. ആ കൃഷ്ണൻ്റെ, ആ ഉണ്ണിക്കണ്ണൻ്റെ പാദങ്ങളെ നമുക്ക് ആശ്രയിക്കാം. ഏതുപോലെയെന്ന് വെച്ചാൽ മാർക്കണ്ഡേയ മഹർഷി ഇതുപോലെ മായ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ചു. നരനാരായണന്മാർ വന്നിട്ട് വരം കൊടുത്തു, മായ കാണണം എന്ന് വെച്ചാൽ മാർക്കണ്ഡേയ മഹർഷി സുഖമായിട്ട് അവിടെ ഇരിക്കുകയാണ്, ഒരു അല്ലലും ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. എന്ന് വെച്ചാൽ എന്താ, ബാഹ്യലോകമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ആശ്രമത്തിൽ സുഖമായിട്ട് ഭഗവാന്റെ ആ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ആയുസ് നീട്ടി എപ്പോഴും ആ അതേ പ്രായത്തിൽ 16 വർഷം ആ പ്രായത്തിൽ നിലകൊള്ളുന്ന ആ മാർക്കണ്ഡേയ മഹർഷിക്ക് ഒരാഗ്രഹം വന്നു അത്ര. അതാ നോക്കേണ്ടത്. എന്നുവെച്ചാൽ നമ്മളൊക്കെ വലിയ സുഖസൗകര്യത്തിലിരിക്കുമ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടാവുക ചിലപ്പോൾ ചെറിയൊരു കാര്യത്തിലേക്കായിരിക്കും ആഗ്രഹം തോന്നുക. അദ്ദേഹത്തിന് തോന്നി മായ കാണണം എന്ന് വെച്ചാൽ കുഴപ്പങ്ങൾ, ദുഃഖം അനുഭവിക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവാം. സുഖത്തിലിരിക്കുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാകാം, ഒരു ദുഃഖം അനുഭവിക്കണം എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ അങ്ങനെയാണ് മായ കാണണം എന്നാവശ്യപ്പെട്ടപ്പോൾ അവിടെ പ്രളയമുണ്ടായിട്ട് ഈ ഇദ്ദേഹം മാർക്കണ്ഡേയ മഹർഷി ആ പ്രളയജലത്തിൽ ഇങ്ങനെ കിടന്ന് കുറേ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ പോലെ യുഗങ്ങൾ അങ്ങനെ കിടന്നു എന്നൊക്കെയാണ് പറയണത്. യുഗങ്ങൾ അങ്ങനെ തോന്നി അദ്ദേഹത്തിന്. അന്നേരമാണ് ഒരു ആലിൻ്റെ മുകളിലായിട്ട് ഈ ഉണ്ണിക്കണ്ണനെ കാണാനിടയായത്. അപ്പോൾ ആ ഉണ്ണിക്കണ്ണൻ്റെ കാലുകൾ ആശ്രയിച്ചതോടുകൂടി ഈ പ്രളയം ഇല്ലാണ്ടായി. നമ്മളും അത് തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്കുണ്ടാകുന്ന ഈ ചുറ്റിലുണ്ടാകുന്ന ദുഃഖങ്ങളാകുന്ന ഈ കടലിൽ നമ്മൾ കിടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളൂ, ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കുക. അത് നാരായണീയത്തിലും പറയുന്നുണ്ട്, പദഭജനം ശ്രേയഃ, പദഭജനം ശ്രേയഃ. അതാരാ പറയുന്നത് വെച്ചാൽ ഭട്ടതിരിപ്പാട് പറയുന്നു, ഈ ഉണ്ണിക്കണ്ണൻ്റെ കാലിലുള്ള ഇത് ഈ കൊലുസുകൾ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ നടക്കുമ്പോൾ ഈ കൊലുസുകൾ പറയണത്രേ പദഭജനം ശ്രേയഃ. ഈ കാലുകളെ ആശ്രയിക്കുന്നതാണ് ഏറ്റവും സുഖം. അതിന് ഉദാഹരണം ഞങ്ങൾ തന്നെയാണ്. പോരാ, ഏറ്റവും സുഖം ഈ കാലാണ്. അതിനാണ് കൂടുതൽ മധുരം എന്ന് കാണിക്കാനായിട്ട് ഇദ്ദേഹം തന്നെ കാലെടുത്ത് വെച്ചിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ചോദിച്ചത് ഇതാണ്. അപ്പോൾ ആശ്രയത്തിലാണ് നമ്മൾ എത്തേണ്ടത്. എന്താ ആശ്രയം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ചെയ്യുന്നത് തന്നെ. എല്ലാ ദിവസവും കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോവുക, അല്ലെങ്കിൽ പൂജാമുറിയിൽ ഇരുന്നുകൊണ്ട് ആ ഭഗവാനെ നമ്മൾ ആശ്രയിക്കണം. വെച്ചാൽ എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ളൊരു തോന്നൽ, നമ്മളെക്കൊണ്ട് ആ ഭഗവാനാണ് ചെയ്യിക്കുന്നത്. നമ്മൾ യന്ത്രം മാത്രമാണ്. ഈ കോടാലി എന്നൊക്കെ പറയുന്ന പോലെ, കോടാലി അല്ലല്ലോ വൃക്ഷത്തെ മുറിക്കുന്നത്. കോടാലിയുടെ പുറകിലൊരു കൈയുണ്ടല്ലോ. ഞാനൊരു കോടാലിയാണ്, അല്ലെങ്കിൽ വാക്കത്തിയാണ്. അതിന് വേണ്ടുന്നതായിട്ടുള്ള മൂർച്ചയ്ക്ക് എനിക്ക് വേണം. അതൊക്കെ വേണം, അല്ലാണ്ട് വെറുതെ ഇരിക്കലല്ല. മൂർച്ച വേണം, എല്ലാം വേണം. പക്ഷേ വെട്ടുന്നതും ഒക്കെ മരം വെട്ടുകാരനാണ് എന്ന് പറയുന്നത് പോലെ ഭഗവാനാണ് നമ്മളെ കൊണ്ടൊക്കെ ഇതൊക്കെ ചെയ്യിക്കണതും എന്നുള്ളൊരു ഉത്തമ വിശ്വാസം വരണം. അതാണ് വാസ്തവത്തിൽ എത്തേണ്ടത്. നമ്മൾ സമർപ്പണ മനോഭാവം. ഇപ്പോൾ 12 സ്കന്ധങ്ങൾ ഭാഗവതത്തിനുണ്ട്. അതിൽ 10 സ്കന്ധത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്, 10 ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞത്. അതിൽ ആദ്യത്തെ സ്കന്ധം ഒഴിവാക്കി, 2ാമത്തെ സ്കന്ധവും ഒഴിവാക്കി. ആദ്യത്തെ സ്കന്ധത്തിൽ ഇതെല്ലാം പറയുന്നുണ്ട്, ആർക്കാണ് ഭാഗവതം ലഭിക്കുക എന്നുള്ള കാര്യം.
എന്നുവെച്ചാൽ വൈരാഗ്യം ഉള്ളവർക്കേ ഭാഗവതം ലഭിക്കുകയുള്ളൂ. അത് പറഞ്ഞുതരാം. എന്നുവെച്ചാൽ പരീക്ഷത്തിനാണല്ലോ ഭാഗവതം പറഞ്ഞു തന്നത്. പരീക്ഷത്ത് മഹാരാജാവിന് ഒരു ശാപം ലഭിച്ചു. ഈ കഥകളൊക്കെ അറിയാവുന്നതായിരിക്കും. 7-ാം നാള് അങ്ങ് തക്ഷകൻ എന്ന് പറയുന്ന സർപ്പത്താൽ മരിച്ചു പോകട്ടെ എന്നുള്ളൊരു ശാപം ഒരു മഹർഷി പുത്രൻ ശപിച്ചതാണ്, മുനികുമാരൻ ശപിച്ചതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ മരണം അടുത്തു എന്ന് മനസ്സിലാക്കിയ ഒരാൾ എന്ന് പറഞ്ഞാൽ പോരാ, മരണമുണ്ട് എന്ന് മനസ്സിലാക്കിയ ആൾ. നമ്മളൊക്കെ അങ്ങനെയല്ല ഇപ്പോഴും വിചാരിക്കുന്നത് നമ്മളെപ്പോഴും ജീവിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. അങ്ങനെയല്ല, എന്നായാലും മരിക്കും. ആ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്യേണ്ടത് എന്താണ്, ഞാൻ ആരെയാണ് ഭജിക്കേണ്ടത് എന്നുള്ള ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഭാഗവതം ഉണ്ടായിരിക്കുന്നത്. എന്ന് വെച്ചാൽ പൂർണ്ണ വൈരാഗ്യത്തോടു കൂടി രാജ്യവും ഭാര്യ കുട്ടികൾ ധനം ഒക്കെ ഉപേക്ഷിച്ച് വെള്ള വസ്ത്രം എടുത്ത് ഗംഗാതീരത്ത് പോയിരുന്ന ആളാണ് പരീക്ഷത്ത് മഹാരാജാവ്. അങ്ങനത്തെ ഒരു വൈരാഗ്യം വന്നാൽ മാത്രമേ ശ്രീമദ് ഭാഗവതം ശരിക്കും നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് പറയുന്നയാളും അതുപോലെയാണ്, ശുഖബ്രഹ്മർഷിയാണ്. അദ്ദേഹത്തിന് വസ്ത്രം പോലുമില്ല. അതാ രസം. വ്യാസരുടെ പുത്രനാണ്. 16 വയസ്സ് എപ്പോഴും തോന്നിക്കും. 16 വയസ്സ് എങ്ങനെ എപ്പോഴും തോന്നിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ഉദരത്തിൽ അങ്ങനെ ഇരുന്നു. 16 വർഷം ഇരുന്നു. പുറത്തേക്ക് വരാൻ ഇഷ്ടമല്ല അത്ര. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളിങ്ങനെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് തോന്നിയത് കൊണ്ട് പുറത്തേക്ക് വന്നില്ല. അവസാനം പുറത്തേക്ക് വരേണ്ടി വന്നു. ഒടുവിൽ അച്ഛനായ വേദവ്യാസരിൽ നിന്ന് ഈ ഭാഗവതം ഇങ്ങനെ നടന്നു പോകാൻ നേരത്ത്, എന്ന് വെച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് നടന്നു പോകുന്ന ഘട്ടത്തിൽ പുറകിൽ നിന്ന് അച്ഛൻ പാടി കേൾപ്പിച്ചതാണ് ശ്രീമദ് ഭാഗവതം. അതിലൊരു മാധുര്യം അറിഞ്ഞ് അത് കേട്ട് പഠിച്ച് നേരെ ചെന്ന് പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ ഒരു നിലയിൽ ഭാഗവതം പറയുവാനോ കേൾക്കുവാനോ നമുക്കൊക്കെ ഇപ്പോഴും സാധിക്കില്ല. പിന്നെ ആ സ്കന്ധത്തിൻ്റെ ലക്ഷണമൊക്കെ അത് തന്നെയാണ്. കുന്തിദേവ് സ്തുതിക്കുന്നുണ്ട്, ഭീഷ്മരെ സ്തുതിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ എന്താ സങ്കടങ്ങൾ എന്ന് വെച്ചാൽ വൈരാഗ്യം വരണം. എന്നാൽ മാത്രമേ ഭാഗവതം ശരിയായ രീതിയിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് നമുക്ക് വരും, ക്രമേണ വരും. എന്ന് വെച്ചാൽ ഈ ജീവിതം, നമ്മുടെ ഈ ജീവിതത്തിൽ അതിൽ നിന്ന് ഒന്നും സുഖം ലഭിക്കില്ല, അല്ലെങ്കിൽ ശാന്തി എന്നുള്ളത് ലഭിക്കില്ല. നേരത്തെ പറഞ്ഞല്ലോ, എന്താ അനുദാഹരണം ഇത് തന്നെയാണ്. മാർക്കണ്ഡേയ മഹർഷി സുഖമായിട്ടവിടെ ഒരു വിഷമില്ലാത്ത പച്ചക്കറി കഴിച്ചും ഒരു ഫോൺ ബില്ലും അടക്കാതെയും അങ്ങനെ കഴിഞ്ഞിരുന്ന മാർക്കണ്ഡേയ മഹർഷിക്ക് തോന്നി മായ കാണണമെന്ന്. നമുക്കും അങ്ങനെ തോന്നും. നമ്മൾ സുഖമായിട്ട് നല്ല ഒരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു ഏതെങ്കിലും ഒരു വഴിയിൽ പോയിട്ട് കപ്പലണ്ടി കഴിക്കണം എന്നൊക്കെ തോന്നും. ഇല്ലേ, അങ്ങനെയൊക്കെ തോന്നും ചിലപ്പോൾ. അതാണ് കുഴപ്പം. അപ്പം അതിൽ നിന്നൊക്കെ സുഖം, ശാന്തി അല്ലെങ്കിൽ സംതൃപ്തി എന്നുള്ളത് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയവർക്കാണ് ശ്രീമദ് ഭാഗവതം ശരിക്കും ലഭിക്കുക എന്നുള്ളതാണ്. ഏതായാലും ഇതൊക്കെയാണ് ഭാഗവതത്തെ പറ്റി പറയാനുള്ളത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വൈരാഗ്യമുള്ളവർക്ക് ഭാഗവതം അതിൻ്റെ അന്തസ്സത്തെ പ്രാപ്തിയാണ് പരിപൂർണമായിട്ട് ലഭിക്കുള്ളൂ. അത് ശരി തന്നെയാണ്. എന്ന് വെച്ചിട്ട് എല്ലാവർക്കും കിട്ടില്ല എന്നല്ല, അതിൻ്റെ ഗുണങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ അല്ലാത്തവരും പോയിരുന്നാൽ അവരെന്താണോ ആഗ്രഹിക്കണത് അത് കിട്ടും. എന്ന് വെച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ഒരു കൽപ്പവൃക്ഷമാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ സങ്കടങ്ങൾ എന്താണോ അതും പ്രാർത്ഥനയോടുകൂടി ഭാഗവത സപ്താഹയജ്ഞത്തിൽ പോയിരുന്നു കഴിഞ്ഞാൽ അത് നടക്കുക തന്നെ ചെയ്യും. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ വൈരാഗ്യത്തോടു കൂടി സമീപിച്ചാൽ മാത്രമേ അതിൻ്റെ പൊരുൾ നമുക്ക് ശരിക്കും ഉൾക്കൊള്ളാനായിട്ട് പറ്റുള്ളൂ. ഇനി വളർന്നു വരുന്ന തലമുറയോട് ഭാഗവതത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ സമൂഹം ഇപ്പോൾ ഇങ്ങനെ തകർന്നു പോയിരിക്കുകയാണ്. കൊച്ചുകുട്ടികൾ പോലും എന്താണ് ലഹരിക്കടിമകളാണെന്നൊക്കെ അതൊക്കെയാണല്ലോ നമ്മളിപ്പോൾ പറയാനുള്ളത്. അപ്പോഴൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞോ അറിയാതെയോ ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങളിലെ ചില ഭാഗങ്ങൾ അച്ഛനമ്മമാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഭാഗവതമാണ് എന്നറിയുന്നതിന് മുമ്പ് തന്നെ ചില ശ്ലോകങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്നുള്ള ശ്ലോകം
ഞാനൊക്കെ ഭാഗവതം എന്താണ് എന്നറിയുന്നതിന് മുമ്പ് ഇങ്ങനൊരു പുസ്തകം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് മുതൽ കേട്ടിട്ടുണ്ട്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഇതിലെ ശ്ലോകമാണ് എന്നുള്ളത്. അങ്ങനെ എത്രയോ ശ്ലോകങ്ങൾ, എത്രയെത്രയോ സ്തുതികൾ. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു പഴത്തിൽ അല്ലെങ്കിൽ ഒരു ആപ്പിളിൽ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് മരുന്ന് കയറ്റിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പോലെയാണ് ഭാഗവതമാകുന്ന ഈ കഥാ ഗ്രന്ഥത്തിൽ ധാരാളം സ്തുതികളും തത്വങ്ങളും നിറച്ചു വച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്തുതികൾ, ശ്ലോകങ്ങൾ, ഇതൊക്കെ നമുക്ക് അച്ഛനമ്മമാർക്ക്, പ്രത്യേകിച്ച് അമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. അത് ശ്ലോകങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ കഥകളായിട്ട് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ധ്രുവൻ്റെ കഥകളൊക്കെ എന്ത് നല്ല കഥകളാണ്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ധ്രുവൻ്റെ കഥ എന്ന് വെച്ചാൽ ധ്രുവ പദവിയിൽ എത്തുവാൻ വേണ്ടി തപസ് ചെയ്ത് ആ സ്ഥാനത്തെത്തിപ്പെട്ട ഒരു കൊച്ചു കുഞ്ഞ്, 5 വയസ്സുള്ള ആ കുഞ്ഞ്, അവൻ ആഗ്രഹിച്ചത് എന്താ? അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണം എന്ന് മാത്രമേ അവൻ ആഗ്രഹിച്ചുള്ളൂ. അപ്പം അച്ഛൻ അവനെ മടിയിൽ ഇരുത്തിയില്ല. എന്ന് വെച്ചാൽ അവനോട് താല്പര്യമില്ല. വേറൊരു കുട്ടിയുണ്ട്, 2 ഭാര്യമാരായിരുന്നു. അപ്പോൾ ഈ ധ്രുവനോട് താല്പര്യമില്ലാതിരുന്ന അച്ഛനായ രാജാവായ ആ ഉത്താനപാദർ മടിയിൽ കയറ്റി ഇരുത്തിയില്ല, മിണ്ടാണ്ടിരുന്നു. ചെറിയമ്മ വഴക്ക് പറയുകയും ചെയ്തു. ഇതിൽ മനം നൊന്നിട്ട് നേരിവൻ ചെയ്തത് തപസ് ചെയ്യാൻ പോവുകയാണ് ചെയ്തത്. 4 മാസം 5 മാസം കൊണ്ട് ഇവൻ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി. ഈ കഥ നമ്മുടെ കുഞ്ഞിനോട്, നമ്മുടെ ഉണ്ണിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനതൊരു പ്രോത്സാഹനമാകും. അവനും ഇതേപോലെ നേരെ ഈ പൂജാമുറിയിൽ പോയിരുന്ന് തൊഴുവാനും ഒക്കെ സാധിക്കും. ഇപ്പോൾ ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഗജാനനം ഭൂതഗണാതിസേവിതം, പിന്നെ സരസ്വതി നമസ്തുഭ്യം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ശ്ലോകങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഗണപതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ഗജാനനം പാടണം എന്ന് പറഞ്ഞിട്ട് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ വളർന്നു വരുന്ന ഒരു സമൂഹം തെറ്റായ മാർഗത്തിലേക്ക് പോകുവാനുള്ള ചാൻസ് കുറവാണ്. പോകില്ല എന്ന് പറയാൻ പറ്റില്ല, വളരെ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അല്ലാതെ പുതിയ തലമുറയോട് നമുക്ക് വരൂ ഭാഗവതം വന്ന് കേൾക്കൂ എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇതാണ്. പിന്നെ പുതിയ തലമുറ വരാനുള്ള വഴികളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഭാഗവത സപ്താഹത്തിൽ ബാലെ പോലെ അല്ലെങ്കിൽ ഒരു തൂണിന്ന് നരസിംഹമൂർത്തി ചാടി വരുന്ന രംഗങ്ങൾ കാണിക്കുക, അല്ലെങ്കിൽ ദൃശ്യാവിഷ്കാരങ്ങൾ. വാസ്തവത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തത്വം പറഞ്ഞു പോവുക, അർത്ഥം പറഞ്ഞു പോവുക, പാരായണം വൃത്തിയായിട്ട് ചെയ്യുക. ഇനി വേറൊരു കാര്യമുണ്ട്. എവിടെയാണോ ഇതൊന്നും നമ്മൾ ശ്രമിക്കേണ്ട കാര്യമില്ല. എവിടെയാണോ ഭാഗവത സപ്താഹമോ അല്ലെങ്കിൽ ഭാഗവതം നിത്യം പാരായണം ചെയ്യുന്നത്, ആ ഭാഗത്ത് ഈ കലി എന്ന് പറയുന്നത് ബാധിക്കില്ല എന്ന് മാത്രമല്ല, ഓട്ടോമാറ്റിക്കലി അവിടെ പരിസരത്തുള്ളവർ അവരുടെയൊക്കെ ഉള്ളിൽ ഭക്തി എന്നുള്ളത് പ്രകാശിക്കും. അത് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശുശ്രൂഷുബിസ് തക്ഷണാത്ത് എന്ന് വെച്ചാൽ അർത്ഥം അറിയുന്നും വേണ്ട. ഭാഗവതം ശുശ്രൂഷുബിസ് തക്ഷണാത്ത്, കേട്ട മാത്രയിൽ സദ്യോ ഹൃദയ അപരുദ്ധ്യത അത്ര കൃതഭിഹി ശുശ്രൂഷുബിസ് തക്ഷണമാണ്. ഭഗവാൻ ഉള്ളിലേക്ക് കയറിയിരിക്കും. ഭാഗവതത്തിലെ ഒരധ്യായമോ കുറച്ച് ശ്ലോകങ്ങളോ വെറുതെ കേട്ടാൽ, വെറുതെ പോകുന്ന വഴിയിലൂടെ കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ ഭഗവാൻ ചെറിയ രീതിയിലെങ്കിലും പ്രകാശിച്ചു തുടങ്ങും. പിന്നെ അവന് തെറ്റായ മാർഗത്തിലേക്ക് പോകാനായിട്ട് ഉള്ള പ്രേരണ കുറഞ്ഞു വരും. അത് ഭാഗവതം പറഞ്ഞു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്യേണ്ടത് ഇതാണ്. കൊച്ചുകുട്ടികളെയൊക്കെ കൊണ്ടുവന്നിരുത്തി, ആ പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിലെ കൊണ്ടുവന്നെന്ന് വെച്ചാൽ ഇതൊക്കെ അതും ഭാഗവതത്തിലുണ്ട്. ഈ ധ്രുവന് 5 വയസ്സായിരുന്നു. വാസ്തവത്തിൽ ഈ ധ്രുവനും നേരെയായില്ല എന്നുള്ളൊരു തോന്നൽ ഗുരുവായ നാരദന് തോന്നി. നാരദനാണ് ഈ ധ്രുവനെ ഉപദേശിച്ചത്. നീ ഭഗവാനെ ഇന്ന രീതിയിൽ മധുവനത്തിൽ പോയിരുന്ന് തപസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം വലിയ ചക്രവർത്തിയായിട്ട് മാറി. മാത്രമല്ല യുദ്ധം ചെയ്യാനൊക്കെ പോയി. അപ്പോൾ നാരദർക്ക് തോന്നി, ഇവൻ ഈ 5 മാസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് യുദ്ധം ചെയ്യാനാണോ? അതുകൊണ്ട് നാരദർ തീരുമാനിച്ചു അത്രേ, ഇനി കുറച്ചുകൂടി ചെറിയ പ്രായത്തിൽ പോരാ, ഈ ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ ഉപദേശിച്ച് നേരെയാക്കാം. പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് അവൻ വിട്ടുപോകും, കയ്യിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് ഉദരത്തിലിരിക്കുമ്പോൾ അതിനെ സെലക്ട് ചെയ്തത് അതിലേറെ വിചിത്രമാണ്. വലിയ ദുഷ്ടനായ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ കയാധുവിൻ്റെ ഉദരത്തിൽ എന്ന് വെച്ചാൽ ഹിരണ്യകശിപുവിൻ്റെ കുഞ്ഞായ പ്രഹ്ലാദര്,
ആ പ്രഹ്ലാദർ വയറ്റിലിരിക്കുമ്പോൾ നാരദർ ഉപദേശിച്ചു. ആ ഉപദേശം കൊണ്ടാണ് പ്രഹ്ലാദൻ ഭക്തപ്രഹ്ലാദനായിട്ട് മാറിയത്. അപ്പോൾ ഒന്നേ ചെയ്യാനുള്ളൂ, ഈ പറയുന്ന പോലെ കൊച്ചു കുഞ്ഞുങ്ങളെ വിളിച്ചു വരുത്തി പറയുവാനായിട്ട് സാധിക്കും എങ്കിൽ അത് നല്ലത്. അതിലേക്കാളൊക്കെ പ്രാധാന്യമാണ് ഈ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. കഥകൾ പറഞ്ഞു കൊടുത്താലും മതി. ഇപ്പോൾ ശ്ലോകമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കഥകൾ, ഇപ്പോൾ ഇത് മാത്രം തന്നെ വേണമെന്നില്ല. ശിവൻ്റെ കഥകൾ, മഹാദേവൻ്റെ കഥകൾ, ഭക്തരുടെ കഥകൾ, ഇപ്പോൾ സന്തുക്കളുടെ കഥകൾ. സന്തുക്കളുണ്ടല്ലോ, ഇപ്പം തുക്കാറാം, ജ്ഞാനേശ്വരൻ. ഇപ്പോൾ ഭക്ത വിജയം എന്നുള്ളൊരു ഗ്രന്ഥമുണ്ട് അത്ര, ഭക്തവിജയം എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ആചാര്യന്മാർ പറയണത് നമ്മുടെ ഭാരതത്തിൽ 2 അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുസ്തക രൂപത്തിൽ. അത് ഒന്ന് ഭക്തവിജയം, ഒന്ന് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്നാണ് പറഞ്ഞേക്കണത്. പത്മപുരാണത്തിലെ മാഹാത്മ്യത്തിൽ പറഞ്ഞു വെച്ചേക്കണത് ഇങ്ങനെയാണ്: ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് പ്രത്യക്ഷ കൃഷ്ണയേവഹി, പ്രത്യക്ഷമായ ഭഗവാൻ തന്നെയാണ്. ശ്രീകൃഷ്ണൻ്റെ വാങ്മയ സ്വരൂപം എന്ന് വെച്ചാൽ മയിൽപ്പീലി വെച്ചു എന്നല്ല എൻ്റെ അർത്ഥം. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു രൂപത്തിൽ വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ആചാര്യന്മാർ പറയാറുണ്ട്, ഈ ഗ്രന്ഥത്തെ ഒരിക്കലും താഴെ വെക്കരുത്. നമ്മൾ ചെറിയൊരു കുട്ടിയെ 6 മാസത്തിന് താഴെയുള്ള കുട്ടിയെ നമ്മൾ വെറുതെ ഇങ്ങനെ കെടുത്തിയൊന്നും പോകില്ല. നമ്മൾ വളരെയധികം ഉറുമ്പ് കയറാതെ, ചുവട്ടിലൊക്കെ ഉറുമ്പ് കയറാതെ ഒക്കെ നോക്കണമല്ലോ. അതുപോലെ ഈ ഗ്രന്ഥത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം എന്ന് പോലും പറയാറുണ്ട്. താഴെ വെക്കരുത്. ഏതെങ്കിലും ഒരു പീഠത്തിലോ അല്ലെങ്കിൽ പട്ടിലോ അതൊക്കെ വേണം വെക്കാൻ. ഇതെങ്കിലും ആ ഭാഗവത ഗ്രന്ഥത്തോട് നമ്മൾ ഒരു ആദരവ് ചെയ്യണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഗൃഹപ്രവേശം മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുക, കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും. അതിൻ്റെയൊക്കെ പകരം ഇപ്പോൾ ഇപ്പോഴും 300 രൂപയേ ഉള്ളൂ. ഇതുപോലെയുള്ള 2 വോളിയങ്ങളായിട്ട് 12 സ്കന്ധത്തോടു കൂടിയുള്ള ആ ഗ്രന്ഥം 300 രൂപയേ ഉള്ളൂ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ. അത് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ തോന്നും നമുക്കിത് എന്തിനാ അത് വാങ്ങിച്ചു കൊടുത്തിട്ട് എന്ന് വെച്ചാൽ അവർ തുറന്നു നോക്കുപോലുമില്ല. പക്ഷെ തുറന്നു നോക്കില്ല എന്നും പറയാൻ പറ്റില്ല. അതിന് ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ ഈ പുസ്തകം വായിച്ച് കുറേ വർഷങ്ങൾ ഇങ്ങനെ വെച്ചു. ഒടുവിൽ ഒരു ദിവസം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. അനുഗ്രഹമില്ലാതെ ഈ ഗ്രന്ഥം നമ്മുടെ ഗൃഹത്തിൽ വരില്ല. അപ്പോൾ നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ വെറുതെ ഇങ്ങനെ അവർ മറിച്ച് നോക്കും, പ്രേരണയായിട്ട് മാറും. വെറുതെ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും വായിക്കാൻ തോന്നും. ഇനി അവർ വായിച്ചില്ലെങ്കിൽ അവരുടെ മക്കൾ വായിച്ചു പോകും. എന്ന് വെച്ചാൽ ഈ ഹിരണ്യകശിപു എത്രത്തോളം ദുഷ്ടനായിരുന്നുവോ അത്രത്തോളം ഭക്തനാണ് പ്രഹ്ലാദൻ. അതുപോലെ എനിക്ക് എത്രത്തോളം ഭക്തിയില്ലയോ അത്രത്തോളം ഭക്തിയോടുകൂടിയായിരിക്കും എൻ്റെ മകൻ ചിലപ്പോൾ ഉണ്ടാവാൻ പോകുന്നത്. അത് പറയാൻ പറ്റില്ല. ഭഗവാന്റെ ഓരോ ലീലകളാണ്. എത്ര നാസ്തികരായ ആ ഗ്രഹത്തിൽ ചിലപ്പോൾ ഒരു തീപ്പൊരി പോലെ ഒരു ഭക്തൻ ജനിക്കാം. അതുകൊണ്ട് വേണ്ടത് ഇതൊക്കെയാണ്, നമുക്ക് ചെയ്യാനുള്ളത് ഇതൊക്കെയാണ്. ഭാഗവത ഗ്രന്ഥം പ്രചരിപ്പിക്കുക, കുട്ടികളെ ഇനിയിപ്പോൾ സംഘടനകളായിട്ട് ഇപ്പോൾ കുറച്ച് പിള്ളേരെയൊക്കെ ക്ഷേത്രത്തിലേക്ക് കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് കുറച്ച് ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതിലൂടെ അവരുടെ ആ മനസ്സ് പാകപ്പെട്ട് ചീത്ത വഴികളിലേക്ക് പോകാതെ നോക്കാനായിട്ട് നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇതേ ഇപ്പോൾ പറയാനുള്ളൂ. നമസ്കാരം.